ലോകത്ത് മനുഷ്യ ശരീരം ഇന്ന് വളരെ മലീമസമായിക്കൊണ്ടിരിക്കുകയാണ്. ഭക്ഷണത്തിലാണെങ്കിലും പാനീയത്തിലാണെങ്കിലും അന്തരീക്ഷത്തിലാണെങ്കിലും ചിന്തയിലാണെങ്കിലും ഒക്കെ നമ്മുടെ ശരീരവും മനസ്സും ഒരുപോലെ ഹീനമായ മ്ലേച്ഛമായ ഒരു വസ്തുവായി മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ദൈവികമായ ഒരു അനുഗ്രഹം എന്ന നിലയിൽ വർഷത്തിൽ ഒരു തവണയെങ്കിലും ഒരു ക്ലൻസിങ് സിസ്റ്റം ഈ ശരീരത്തിൽ കൊടുത്തെങ്കിൽ മാത്രമേ രോഗമില്ലാത്ത ഒരു ജീവിതം അയാൾക്ക് അനുഭവിക്കാനും അനുഭൂതിയോടെ നുകരാനും കഴിയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് വർഷത്തിൽ ഒരു തവണയെങ്കിലും ഇങ്ങനെ ഒരു സമ്പ്രദായം, ഒരു സിസ്റ്റം നമുക്ക് നടപ്പിലാക്കി തന്നു. ശരിക്കും ഇതൊരു പട്ടിണി കെടുക്കലല്ല, ഇതൊരു നിരാഹാരമല്ല. നമ്മൾ മനസ്സിലാക്കണം, നോമ്പ് എന്നുള്ളത് ഒരിക്കലും പട്ടിണിയല്ല. ഭക്ഷണം ഇഷ്ടംപോലെ സൗകര്യത്തിന് നമുക്കുണ്ട്, പക്ഷെ നമ്മളത് തൊടുന്നില്ല എന്നുള്ളതാണ്. അപ്പോ ദൈവികമായ ഒരു നിർദ്ദേശത്തെ പാലിച്ചുകൊണ്ട് മാത്രം നമ്മൾ ഭക്ഷണം കഴിക്കാതെ, ഫ്രൂട്ട്സ് കഴിക്കാതെ ഇരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. നമ്മൾ ഓർക്കേണ്ടത്, ഈ വ്രതം ഇതിന്റെ ചൈതന്യ അവസ്ഥയിൽ തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണമെങ്കിൽ ആത്മാർത്ഥമായി നമ്മൾ ഇതിനെ ആരോഗ്യകരമാക്കി മാറ്റാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശരീരത്തിലുള്ള മാലിന്യങ്ങൾ പുറന്തള്ളുക എന്നതിനപ്പുറം ആത്മീയമായ ഔന്നിത്യം കൈവരിക്കുകയും അത്യുന്നതയുടെ സോപാനങ്ങളിലേക്ക് ആധ്യാത്മികമായി വളരുവാൻ സാധിക്കുക എന്നുള്ളത് കൂടി ഇതിനോട് ചേർത്ത് നമ്മൾ വായിക്കേണ്ടതുണ്ട്. ആത്മാർത്ഥമായി നമ്മൾ ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ശാരീരികമായ അവസ്ഥയിൽ രാവിലെ പ്രഭാതം മുതൽ പ്രദോഷം വരെ നമ്മൾ ഭക്ഷണ പാനീയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? വ്രതം അനുഷ്ഠിക്കുന്നു. നിരാഹാരമല്ല, ഇത് വ്രതമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശരീരത്തിനകത്തുള്ള മാലിന്യങ്ങളെ പുറന്തള്ളാൻ ശരീരത്തിന് കഴിയുന്ന ഏറ്റവും വലിയൊരു സംവിധാനമാണ് വ്രതം എന്നുള്ളത്. പുറമെ അതിനെ പുറന്തള്ളുവാൻ, മാലിന്യങ്ങളെ ഡിറ്റോക്സിഫൈ ചെയ്ത് കൊണ്ട് മാലിന്യങ്ങളിൽ നിന്ന് മുക്തമാക്കി ശരീരത്തിനെ സ്ഫുടം ചെയ്തെടുക്കുവാൻ നമുക്ക് എന്തെങ്കിലും ഉൽപ്പന്നങ്ങളെ ഉപയോഗപ്പെടുത്തുക കൂടി ചെയ്യാൻ പറ്റിയ ഒരു സുവർണ അവസരമാണ് നമുക്ക് കൈവന്നിരിക്കുന്നത്. നമുക്കറിയാം, ഡെയിലി ഡിറ്റോക്സ് എന്ന് പറയുന്ന ഡിറ്റോക്സിഫർ നമുക്കുണ്ട്. പുകവലി മദ്യപാന വിമുക്ത ചികിത്സയിൽ നമ്മൾ കാര്യമായി ഉപയോഗപ്പെടുത്തുന്നതാണ് ഡിറ്റോക്സിഫിക്കേഷൻ സിസ്റ്റം. ശരീരത്തെ മാലിന്യങ്ങളിൽ നിന്ന് ആദ്യം മുക്തമാക്കും. ഈ ശരീരത്തിലെ രക്തം ഓടിക്കൊണ്ടിരിക്കുന്ന ഭാഗങ്ങളിലൊക്കെയും ദുഷിച്ചതും വളരെ മ്ലേച്ഛമായതും ദുർഗന്ധമുള്ളതുമായ രക്തങ്ങളുണ്ട്. അത് കറുത്തതോ ബ്രൗൺ കളറായതോ കട്ട പിടിച്ചതോ പൊടിപൊടി പടലങ്ങളായി കിടക്കുന്നതോ ഒക്കെ ഉണ്ടാവാം. എന്നാൽ ഇതിനെയൊക്കെ ശരീരത്തിൽ നിന്ന് ഡിറ്റോക്സിഫൈ ചെയ്യാനുള്ള ഒരു അവസരമാണ് നോമ്പ് എന്നുള്ളത്. ഞാൻ ഉറപ്പിച്ച് പറയാണ്, ഇപ്പൊ ധാരാനക്കര 74 കിലോനുണ്ടെങ്കിൽ നോമ്പ് തീരുമ്പോഴേക്കും അതിൽ 69, 68 വരും. എന്നാൽ അതോടുകൂടി നമ്മൾ ഡിറ്റോക്സിഫിക്കേഷൻ സിസ്റ്റം കൂടി ആഡ് ചെയ്താൽ, ഒരു സ്പൈറുലിന ക്യാപ്സൂൾ, അതിനോടൊപ്പം തന്നെ പിന്നെ ഡെയിലി ഡിറ്റോക്സ് അല്ലെങ്കിൽ ബ്ലഡ് പ്യൂരിഫയർ എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് അതിന്റെ അനുഭവം അനുഭൂതിക്കാൻ കഴിയും. കാരണം എന്താ പറയണതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ശരീരത്തിന് നമ്മുടേതല്ലാത്ത എക്സ്റ്റേണൽ ആയിട്ട് വന്നുപെട്ട ഒരു അനാവശ്യ ഘടകങ്ങൾ രക്തത്തിലോ ചിന്തയിലോ ശരീരത്തിലോ നമ്മളെ ഉള്ളിലുള്ള ഇന്റേണൽ ഓർഗൻസിലോ വന്നുപെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുവാൻ നമുക്ക് ഈ ഒരു അവസരം കൈവന്നിരിക്കുകയാണ്. അതെല്ലാവരും ഉപയോഗപ്പെടുത്തുക. നമുക്കറിയാലോ, പ്രകൃതിദത്തമായ സമ്പൂർണ്ണ സമീകൃതമായ ഒരു പോഷക ആഹാരം ഏതാണെന്ന് WHO പറയുന്നുണ്ട്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അത് സ്ഥിരീകരിച്ചതാണ്. നാസ ശാസ്ത്രജ്ഞർ അത് വളരെ വ്യക്തമായ പഠനങ്ങൾക്ക് വിധേയപ്പെടുത്തിയതാണ്. അതാണ് ഇന്ന് കടൽ പായൽ എന്ന് വിളിക്കപ്പെടുന്ന നമ്മുടെ സ്പിരുലിന എന്ന പേരിലും അത് പറയപ്പെടാം. സ്പൈ എന്ന പേരിലാണ് നമ്മൾ മലയാളീകരിച്ചത് പറയുന്നത് എന്നുകൊണ്ട് സ്പൈറുലിന എന്നാണ് നമ്മൾ സംസാരത്തിൽ കൊണ്ടുവരുന്നത്. നമ്മുടെ കമ്പനിയുടെ സ്പൈറുലിനയെ കുറിച്ച് തന്നെയാണ് നമ്മുടെ ചർച്ച. മറ്റൊരുപാട് കമ്പനികൾക്കും സ്പൈറുലിന ഉണ്ട് എന്നുള്ളത് കൊണ്ടും, ഡയറക്ട് സെല്ലിംഗ് കമ്പനികളിൽ അധിക കമ്പനികളിലും സ്പൈറുലിന ഉണ്ട് എന്നുള്ളത് അതിന്റെ പ്രാധാന്യത്തെ വിളിച്ചോതുന്നു എന്നുള്ളത് കൊണ്ടും ഞാൻ അത് എന്ത് ചെയ്യുന്നില്ല, തീരെ വിസ്മരിക്കുന്നില്ല. ഞാൻ പറയുന്നത് സ്പൈറുലിന ഗോൾഡിനെ കുറിച്ചാണ്. നമ്മുടെ വൈദ്യശാസ്ത്രം എന്നുള്ളത് ഇന്ന് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.
വൈദ്യശാസ്ത്രത്തിന്റെ വലിയ വലിയ ശാസ്ത്രീയ മേന്മകൾ ഇന്നത് കൈവരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനൂതന സമ്പ്രദായങ്ങൾ, മിഷനറി സംവിധാനങ്ങൾ, ഓരോ രോഗം വരുന്നതിന് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അതിനെ ഡിറ്റക്ട് ചെയ്യുവാൻ, കണ്ടെത്തുവാനുള്ള സംവിധാനങ്ങൾ എല്ലാം ഇന്ന് അവൈലബിൾ ആണ്. എന്നാൽ ഇത്രയും വളർന്നു പന്തലിച്ചു കൊണ്ടിരിക്കുന്ന ഈ ശാസ്ത്രീയ അതിനൂതന സംവിധാനങ്ങളില് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മനുഷ്യൻ ഇങ്ങനെയൊക്കെ പഠനങ്ങൾ വിധേയമാക്കപ്പെടുമ്പോഴും ശാസ്ത്രീയമായി ഔന്നത്യം കൈവരിച്ചു കൊണ്ടിരിക്കുമ്പോഴും ആരോഗ്യകരമായി മനുഷ്യൻ ഇന്ന് പിന്തള്ളപ്പെടുകയാണ്. ആരോഗ്യമില്ലാത്തൊരവസ്ഥയിലേക്ക് അവൻ കുപ്പുകുത്തുകയാണ്. ഇവിടെയാണ് സ്പൈറുലിനയുടെ പ്രാധാന്യം. ശരീരത്തിന് ആവശ്യമായ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സമീകൃത ആഹാരം, ശരീരത്തിന് ആവശ്യമായ വൈറ്റമിൻസുകളും മിനറൽസും പ്രോട്ടീൻസും അടങ്ങുന്നു. പ്രോട്ടീൻസ് 78% പ്രോട്ടീൻസ് അടങ്ങിയ, 70% പ്രോട്ടീൻസ് അടങ്ങുന്ന ഒരു ഭക്ഷണം, അതാണ് സ്പൈറുലിന. അത് നമ്മൾ മനസ്സിലാക്കും. അപ്പൊ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒരുപാട് ഘടകങ്ങൾ ഉൾക്കൊള്ളിക്കുന്ന ഒന്നായതുകൊണ്ട് തന്നെ ഈ സ്പൈറുലിന നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിമറിക്കപ്പെടാൻ പറ്റാത്ത ഒന്നാണ്. മനുഷ്യ ശരീരത്തിന് 22ഓളം അമിനോ ആസിഡ്സുകൾ, അമിനോ അമ്ലങ്ങൾ വേണ്ടതുണ്ട്. അതിൽ 18 അടങ്ങിയ ഒരു ഫുഡാണ് നമ്മുടെ സ്പൈറുലിന. അപ്പൊ സ്പൈറുലിന ഗോൾഡ് എന്നുള്ളത് മറ്റു സ്പൈറുലിനകളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്, മറ്റു സ്പൈറുലിന സംവിധാനങ്ങളിലൊന്നും ഇല്ലാത്ത 2-3 ഘടകങ്ങൾ നമ്മുടെ സ്പൈറുലിനയിൽ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞാല് DHA അടങ്ങിയിരിക്കുന്നു, GLA അടങ്ങിയിരിക്കുന്നു, പുറമെ omega-3 അടങ്ങിയിരിക്കുന്നു. omega-3 ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ഹാർട്ട് സംബന്ധമായ ഒരു പ്രശ്നം വരില്ല. ഹാർട്ടിലൂടെ ഓടിക്കളിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം, രക്തചംക്രമണ വ്യവസ്ഥ, അത് രക്തത്തിന്റെ ഈ സുഖകരമായ അവസ്ഥയിൽ അതിന്റെ ഒഴുക്കിനെ ബാധിച്ചുകൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതൊക്കെ. ഏതൊരു രോഗവും നിർണയിക്കുന്നത് നമ്മൾ എവിടെ നോക്കിയാ, രക്തം നോക്കിക്കൊണ്ടാണ്. ഏതൊരു രോഗം നിർണയിക്കുന്നത് അവിടെ നിന്നാണ്, അല്ലെ? അപ്പൊ രോഗം നിർണയിക്കുന്നതിന്റെ ഒക്കെ പിറകിൽ രക്തദൂഷ്യമാണ് കണക്കാക്കപ്പെടുന്നത്. രക്തം ദൂഷ്യപ്പെടുക എന്നത് തന്നെയാണ് ആ രക്തം ഓടിക്കൊണ്ടിരിക്കുന്ന ഓരോ അവയവത്തിന്റെയും ബലഹീനതയിലേക്ക് അതിന് നയിക്കുന്നത്. അപ്പൊ രക്തം ദൂഷ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. രക്തം ദൂഷ്യപ്പെടാതിരിക്കാൻ വേണ്ടി ശരീരത്തിലുള്ള ദുഷിച്ച കൊളസ്ട്രോളിനെ പുറന്തള്ളണം. അതിന് LDL കൊളസ്ട്രോൾ, VLDL കൊളസ്ട്രോൾ എന്നൊക്കെ പറയും, TGL കൊളസ്ട്രോൾ എന്നൊക്കെ പറയും. ശരീരത്തിലുള്ള ദുഷിച്ച കൊഴുപ്പുകളെ, മാലിന്യങ്ങളെ പുറന്തള്ളാതെ ഒരിക്കലും ഹാർട്ടിനെ ശുദ്ധി ചെയ്യാനോ നമ്മുടെ ശരീരത്തിലെ ഇന്റേണൽ ഓർഗൻസിനെ ക്ലീൻ ചെയ്യാനോ രക്തധമനികളെയും സിരകളെയും ക്ലീൻ ചെയ്യാനോ കഴിയില്ല. അതുകൊണ്ട് തന്നെ സ്പൈറുലിനയുടെ പ്രാധാന്യം എന്താ എന്ന് ചോദിച്ചാൽ, നമ്മുടെ ശരീരത്തിന് വേണ്ട എല്ലാം അതിലുണ്ട്. ഒരുപാട് തന്നെ കൊളസ്ട്രോൾ അതിലില്ല, ഫാറ്റ് അതിലില്ല എന്നുള്ളത് കൊണ്ട് തന്നെ 0% അതില്. ദുഷിച്ച മാലിന്യങ്ങൾ എത്രയാ അതിലുള്ള നമ്മളെ സ്പൈറുലിനയിലുള്ളത്? 0%. മാലിന്യം എന്നൊന്നും അതിലില്ല. എന്നാൽ 100% ശരീരം ഇഷ്ടപ്പെടുന്നതും ശരീരം ഏറ്റെടുക്കുന്നതും പെട്ടെന്ന് ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുകയും ദഹനം നടക്കുകയും ചെയ്യുന്ന ഒരു ഫുഡാണ് ഇന്ന് ലോകത്തിലെ നമ്പർ 1 ഫുഡാണ്. സ്പേസ് ഫുഡ്, സൂപ്പർ ഫുഡ് എന്ന് വിശേഷിപ്പിക്കുന്ന സ്പൈറുലിന. ഈ സ്പൈറുലിന ഇന്ന് നമ്മൾ ഉപയോഗപ്പെടുത്തുക. നോമ്പ് തുറക്കുന്ന സമയത്ത്, നോമ്പ് തുറന്ന് അത്താഴത്തിന്റെ സമയത്തോ ഒക്കെ ആയിട്ട് 2, 3, 4 സ്പൈറുലിന എടുത്ത് കഴിക്കേണ്ട സമയമാണ് ഇത്. ഒരിക്കലും ഇത് മെഡിസിൻ അല്ല, ഇതൊരു ചികിത്സയല്ല. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രിവെൻഷൻ ആണിത്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന. രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതിരിക്കാൻ നോക്കലാണ്. നമ്മൾ ഞാറ്റുവേല സമയത്തൊക്കെ കൃഷി ഇറക്കുന്നത് എന്തിനാ? ഒരു ചെറിയ ചാറ്റൽ മഴ പെയ്യും, കുറച്ച് കഴിഞ്ഞാലോ 1-2 ആഴ്ച കഴിയുമ്പോൾ ചെറിയ ചെറിയ മഴകൾ കിട്ടിത്തുടങ്ങും. എന്നാൽ വർഷക്കാലത്തിലേക്ക് അത് പ്രവേശിക്കും. പിന്നെ എന്നാൽ അതുപോലെയാണ് ആ ഞാറ്റുവേല സമയത്ത് ഒരു കൃഷി ഇറക്കിയാൽ ചെറിയ തോതിലൊരു നനവ് വന്നാൽ ആ തൈകൾക്ക്, അത് വിത്തുകൾക്ക് നല്ലതാ. 2 ആഴ്ച കഴിഞ്ഞിട്ട് 3 ആഴ്ച കഴിയുമ്പോൾ 2-3 മഴകൾ കിട്ടുമ്പോൾ ആ ചെടികൾ അത് തളരാതെ വളർന്നുകൊണ്ടിരിക്കും. പിന്നെ മഴക്കാലം വന്നാലോ പൂർണ്ണമായിട്ടും അത് നനച്ചു കൊടുക്കാൻ ആള് പോവേണ്ട ആവശ്യമില്ല. എന്ന പോലെയാണ് വൃദ്ധ ചൈതന്യ നാളുകൾ. ഈ സമയത്ത് നമ്മൾ സ്പൈറുലിന കഴിച്ചാൽ, 2, 3, 4 കഴിച്ചാൽ ശരീരത്തിൽ എവിടെവിടെയോ ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും തീർന്ന് പുതിയ ഒരു ജീവിതത്തിലേക്ക് നോമ്പിന് ശേഷം കടന്നു ചെല്ലാൻ കഴിയും. കുടവയറുള്ള ആളുകള്
വേദന കൊണ്ട് കഷ്ടപ്പെടുന്നത്, കിഡ്നി പേഷ്യൻസുകള്, അതേപോലെ തന്നെ കൊളസ്ട്രോളിന്റെ ആധിക്യം കൊണ്ട് കഷ്ടപ്പെടുന്നവര്, വേദനയും നടത്തത്തിൽ കിതപ്പും അനുഭവപ്പെടുന്നവര്, എഴുന്നേൽക്കുന്ന സമയത്ത് കാലിലേക്കും മറ്റും വേദനകൾ, ഞരമ്പുകൾ വലിഞ്ഞു പിടിക്കുന്ന, മസിൽ കുഴച്ചു പിടിക്കുന്ന അവസ്ഥയുള്ളവര്, അവരൊക്കെ നിർബന്ധമായിട്ടും സ്പൈറുലിന കഴിക്കണമെന്നാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്. നമ്മുടെ പ്രിയപ്പെട്ട ഷീലാ മാഡം ആയിരുന്നു ഇന്ന് ഈ സെഷൻ കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത്. ഞാൻ കൺക്ലൂഡിംഗ് സെഷൻ ആയിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. ഞാൻ പറയുന്നത് അവരുടെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഇന്ന് ലഭിക്കേണ്ടതുണ്ട്. കാരണം ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിക്കുകയും, മലേഷ്യ പോലെ സ്ഥലങ്ങൾ സന്ദർശിക്കുകയും, അതേപോലെ തന്നെ മറ്റൊരു കമ്പനിയുടെ നല്ലൊരു ട്രെയിനറായിട്ട് വർഷങ്ങളോളം ജോലി ചെയ്യുകയും അവരുടെ ഇടയിൽ സേവനം ചെയ്യുകയും ചെയ്തവരാണ്. നമ്മുടെ ഈ ഒരു കമ്പനിയുടെ മഹത്വം മനസ്സിലാക്കി നമ്മുടെ കമ്പനിയിലേക്ക് വന്നവരാണ് പ്രിയപ്പെട്ട ഷീല തങ്കച്ചൻ എന്ന് പറയുന്ന കോട്ടയത്തുള്ള നമ്മുടെ പ്രിയപ്പെട്ട ലീഡർ. അവരുടെ ക്ലാസ് നമുക്ക് ലഭിക്കട്ടെ എന്ന് ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. ഏതായാലും നമ്മുടെ സ്പൈറലിനെ വിശേഷിപ്പിക്കപ്പെടുന്നതും വിളിക്കപ്പെടുന്നതും ഗ്രീൻ ബ്ലഡ് എന്ന പേരില്ല. ഗ്രീൻ ബ്ലഡ് പറഞ്ഞാൽ പച്ച കളറുള്ള രക്തം എന്നാണ് അർത്ഥം, അല്ലെ? ഗുഡ് ബ്ലഡ് ഈസ് എ റെഡ് ബ്ലഡ്, റെഡ് ബ്ലഡ് ഈസ് എ ഗുഡ് ബ്ലഡ് എന്ന് പറയാറുണ്ട് നമ്മൾ. നല്ല രക്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ചുവന്ന രക്തമാണ്, ചുവന്ന രക്തം എന്ന് പറഞ്ഞാൽ അതാണ് നല്ല രക്തം എന്ന് പറയാറുണ്ട്. എന്നാൽ ആ ചുവന്ന രക്തത്തിന്റെ സ്ഥാനത്ത് തന്നെ നിൽക്കുന്ന ഒരു കടൽ സസ്യമാണ്, പഴലാണ് ഗ്രീൻ ബ്ലഡ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്പൈറുലിന. WHO നിർദ്ദേശിക്കുന്ന ഒരു സൂപ്പർ ഫുഡാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് സൂപ്പർ ഫുഡ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഭൂമിയിൽ തന്നെ ഉള്ള ഏറ്റവും നല്ല ഫുഡാണ് സ്പൈറുലിന എന്നുള്ളത്. നമ്മുടെ കമ്പനിയെ അതിന് മാനേജ്മെന്റിനെ ഞാൻ ആദ്യമേ പ്രശംസിക്കുകയാണ്. എന്ത് MLM ഡയറക്ട് സെല്ലിംഗ് കൊണ്ടുവന്നിട്ടും കാര്യമില്ല. ഞാൻ ഉറപ്പിച്ച് പറയാണ്, അവരിൽ നിങ്ങൾക്ക് സ്പൈറുലിന കണ്ടെത്താൻ കഴിഞ്ഞില്ലയോ, തീർച്ചയായും ആ ഒരു കമ്പനിക്ക് നിലനിൽപ്പില്ല. അല്ലെങ്കിൽ അതിന്റെ വിഷണറിയുള്ള, അതിന്റെ ദീർഘവീക്ഷണമുള്ള ഒരു മാനേജ്മെന്റ് ആ കമ്പനിക്ക് ഇല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. ദീർഘവീക്ഷണമുള്ള വിഷണറിയുള്ള ഒരു മാനേജ്മെന്റ് ആണോ, അവർ എന്തായാലും സ്പൈറുലിന അതിൽ കൊണ്ടുവന്നിരിക്കും എന്നാണ് എന്റെ വിശ്വാസം. കാരണം ഞാൻ ഒരുപാട് ഡയറക്ട് സെല്ലിംഗ് കമ്പനികളിൽ ട്രെയിനറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ പറയുന്നത്, വെസ്റ്റേജിൽ ഉണ്ടായിട്ടുണ്ട്, അതേപോലെ DXL ഉണ്ടായിട്ടുണ്ട്, അതേപോലെ തന്നെ കാലിങ്കിൽ ഉണ്ടായിട്ട്, ആംബയിൽ ഉണ്ടായിട്ടുണ്ട്. എല്ലാ ഒരുവിധം ഫുഡ് സപ്ലിമെന്ററി സിസ്റ്റത്തിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സ്പൈറുലിന ഗോൾഡ് അതൊന്നുമല്ല കേട്ടോ. 10ഓ 15ഓ സ്പൈറുലിനകൾ എടുത്ത് കഴിച്ചിരുന്ന കാലം മറന്നുപോയി. ഇപ്പൊ ഒറ്റ സ്പൈറുലിന മതി ആ സ്ഥാനത്ത് നിർത്താൻ. അതാണ് സ്പൈറുലിന ഗോൾഡ്. ദയവ് ചെയ്ത് എല്ലാവരും അത് മനസ്സിലാക്കണം. ഏതോ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് ഇതിൽ ഒരു മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള അറിവുകളൊക്കെ, സ്പൈറുലിനുമായി ബന്ധപ്പെട്ട അറിവുകളൊക്കെ നിങ്ങൾ അതിന്റെ കമന്റ് ബോക്സിൽ എടുത്തു വെക്കുന്നതും ചാറ്റ് ചെയ്യുന്നതും ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഗുണം ചെയ്യുമെന്നാണ് എന്റെ വിശ്വാസം. ഞാനത് പറയാം. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്ന പ്രകൃതിദത്ത ഭക്ഷണമാണ് ഇത്. അതായത് 70% പ്രോട്ടീൻ. ഇല്ല, കിഡ്നി പേഷ്യൻസുകൾക്കൊക്കെ ഉള്ള പ്രശ്നം എന്താ? മൂത്രത്തിലൂടെ ആൽബുമിനും പ്രോട്ടീനും മൂത്രത്തിൽ പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതിന് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നതാ കോഴിമുട്ടയുടെ വെള്ള കഴിച്ചാൽ മതി. കാരണം പ്രോട്ടീൻ പോകും തോറും പ്രോട്ടീൻ എങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ സ്പൈറുലിനയുടെ പ്രാധാന്യം അതല്ല. ഒരാളുടെ പ്രോട്ടീൻ പോയപ്പോൾ പ്രോട്ടീൻ അതിലേക്ക് കൂടുതൽ കഴിച്ചു എന്നുള്ളത് കൊണ്ട് പ്രോട്ടീന്റെ പ്രശ്നം തീരുന്നില്ല. കാരണം പ്രോട്ടീൻ പോവാനുണ്ടായ കാരണം എന്താന്നുള്ള കാരണത്തെ ചികിത്സിക്കാൻ കഴിയുന്നില്ല അവിടെ, അല്ലെ? നമ്മുടെ ശരീരത്തിൽ നിന്ന് പ്രോട്ടീൻ പോയി, അപ്പോൾ പ്രോട്ടീൻ കഴിച്ചു, പ്രോട്ടീൻ ഉണ്ടായി, അത്രയല്ലേ വന്നുള്ളൂ. പ്രോട്ടീൻ എന്തുകൊണ്ട് പോയി എന്നുള്ളതിന് ഉത്തരം കിട്ടിയോ? ഇല്ല. പ്രോട്ടീൻ എന്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന് പ്രശ്നത്തിന് പരിഹാരം കിട്ടുന്നുണ്ടോ? ഒരിക്കലുമില്ല. എന്നാൽ നമ്മൾ ബാലൻസ്ഡ് ഫുഡ് ആയിട്ടുള്ള സ്പൈറുലിന ഗോൾഡ് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനകത്തുള്ള വാതവും പിത്തവും കഫവും അത് പൂർണ്ണവും അതിന്റെ സന്തുലിതമായ അവസ്ഥ കൈവരിക്കുന്നുണ്ട്. ആ അസന്തുലിതാവസ്ഥയിൽ നിന്ന് മോചനം നേടി സന്തുലിതാവസ്ഥയിലേക്ക് അതിനെ കൊണ്ടുവരാൻ നമ്മുടെ സൂപ്പർ ഫുഡായ സ്പൈറുലിന ഗോൾഡ് കൊണ്ട് സാധിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം, മനുഷ്യ ശരീരത്തിന് 22 അമിനോ അമ്ലങ്ങൾ ആവശ്യമാണ്. അതിൽ പൂർണ്ണവും 18ഉം അടങ്ങിയിരിക്കുന്നുണ്ട് ഇതിൽ എന്ന് പറയുമ്പോൾ അതിന്റെ അത്ഭുതം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ മത്സ്യത്തിൽ നിന്നും മാംസത്തിൽ നിന്നും ഒക്കെ കിട്ടേണ്ടതുണ്ട്. പക്ഷെ അതിൽ നിന്ന് കിട്ടേണ്ടതും മാംസത്തിൽ നിന്ന് കിട്ടേണ്ടതും ഒക്കെ ഇതിൽ അത്യാവശ്യം അടങ്ങിയിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. GLA എന്നാൽ എന്താണ്? അമ്മമാരുടെ മുലപ്പാലിൽ നിന്ന് മാത്രം ലഭിക്കുന്ന ഒരു പോഷക ഘടക GLA, ഗാമ ലിനോലിനിക് ആസിഡ് എന്ന് പറയും. കുട്ടികളുടെ ബ്രെയിനിന്റെ വളർച്ചയില്, കുട്ടികളുടെ പ്രകൃതിദത്തമായിട്ടുള്ള കുട്ടികളുടെ ഉന്മേഷത്തില്, അവരുടെ തുള്ളിച്ചാട്ടത്തിൽ, കളിയില്, ചിരിയില്, പുഞ്ചിരിയില് ഒക്കെയും സ്വാധീനം ചെലുത്തുന്ന ഒരു ഘടകമാണ് GLA. അതുകൊണ്ട് തന്നെ സ്പൈറുലിനയിൽ അത് അടങ്ങിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മള് കുഞ്ഞു പൈതൽ മക്കളൊക്കെ പഠിക്കുന്നില്ല, അവൻ ടീച്ചർ നല്ല പഠിപ്പിക്കുന്നുണ്ട്, അവൻ തീരെ പഠിയുന്നില്ല, തലയിൽ ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ടെൻഷൻ ആവണ്ട.
നമ്മൾ സ്പൈറുലിനയുടെ ക്യാപ്സൂൾ കഴിക്കാൻ പ്രായമാവാത്ത കുട്ടികളാണെങ്കിൽ അതിന്റെ പൗഡർ എടുത്തിട്ട് നിങ്ങൾ തേനിൽ ചാലിച്ചോ മറ്റോ കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് കുട്ടികൾക്ക് മധുരമാണ് ആവശ്യമുള്ളത് എന്നുള്ളത് കൊണ്ട് കഫ്നിൽ എടുത്തിട്ട് ഒരു ടീസ്പൂൺ കഫ്നിലേക്ക് ഒരു സ്പൈറുലിന പൊടിക്ക് ചേർത്തല്ല അതിന്റെ ക്യാപ്സൂൾ ഇളക്കി ചേർത്ത് പൗഡർ മിശ്രിതമാക്കി നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. 100% വലിച്ചെടുക്കും ശരീരത്തിന്റെ ആവശ്യമായതേ അതിലുള്ളൂ. അതുകൊണ്ട് മാലിന്യമായ എക്സ്ക്രീറ്ററി സിസ്റ്റം വഴി കുടൽ വഴി മലദ്വാരം വഴി പുറത്തേക്ക് പോകാൻ അതിലൊന്നുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യണം ഇതോടുകൂടെ. കാരണം എല്ലാം അതിൽ വേണ്ടതേ ഉള്ളൂ, വേണ്ടാത്ത പുറന്തള്ളേണ്ട ഒന്നും അതിലില്ല. നമ്മളൊരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് അതിന്റെ 3/4% നമ്മളെ മാലിന്യമായിട്ട് പുറത്തു പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ശരീരത്തിന് ആവശ്യമായത് മാത്രം ശരീരം ഏറ്റെടുക്കുന്നു, ബാക്കി പുറന്തള്ളും. അതിനാണ് എക്സ്ക്രീറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. അതിന് ലാർജ് ഇൻഡസ്റ്റൈന് അതേപോലെ തന്നെ ട്രാൻസ്വേഴ്സ് കോളൻ, സിഗ്മോയിഡ് കോളൻ, റെക്ടം, ആനസ് എന്നൊക്കെ പറയുന്ന സിസ്റ്റത്തിലൂടെ അതിനെ മലദ്വാരം വഴി അത് പുറന്തള്ളുന്ന സിസ്റ്റം ഈ സ്പൈറുലിന 1000 വട്ടം കഴിച്ചാലും ഉണ്ടാവില്ല. കാരണം 0% അതിൽ മാലിന്യമുള്ളത് എന്നുള്ളത് കൊണ്ടും 100% ശരീരത്തിന് വേണ്ടതേ ഉള്ളൂ എന്നുള്ളത് കൊണ്ടും എത്ര കഴിച്ചാലും മാലിന്യമായിട്ട് അതിൽ നിന്നൊന്നും കിട്ടൂല. ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് പോഷകാഹാരക്കുറവ് ഇല്ലേ. പോഷകാഹാരക്കുറവ്, മൽ ന്യൂട്രീഷൻ. നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കൂ. മൽ ന്യൂട്രീഷൻ എത്രയോ വാരിയല്ലുകൾ മാത്രമുള്ള കുട്ടികള്, പള്ള ചാടി മുട്ടുവരെ താന്നു കിടക്കുന്ന കുട്ടികള്, കഴുകന്മാരെടുത്ത് റാഞ്ചി ഓടുന്ന കുട്ടികളൊക്കെ ഉണ്ട്. കാരണം അത് ഒരു മനുഷ്യനായിട്ട് പോലും കഴുകന്മാർ അതിനെ സങ്കല്പിക്കുന്നില്ല. ആ കുട്ടി അവിടെ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ആ കുട്ടീനെ എടുത്ത് വെറുതെ കോഴിക്കുട്ടികൾ എടുത്തുകൊണ്ട് പോണവര് കഴുകന്മാരെടുത്ത് പാറിപ്പോകും. കാരണം അതൊരു മനുഷ്യനെ അല്ല, ഒരു ജീവി എന്ന് മാത്രം. പള്ള മാത്രമേ ഉള്ളൂ, ശരീരത്തിലുള്ള എല്ലാ വാര്യല്ലുകളും പുറമേക്ക് കാണും. അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട്. ആഫ്രിക്കയിലൊക്കെ ഒരൊട്ടകം മൂത്രമൊഴിക്കാൻ കാത്തിരിക്കുകയാണ്, വായ കാണിച്ചു കൊടുക്കാൻ. കാരണം ഭക്ഷണമില്ല. ഒരു വലിയ പണ്ഡിതനോട് ചോദിക്കപ്പെടുകയാണ്, നോമ്പ് കാലത്ത് അത്താഴം കഴിക്കാതെ നോമ്പ് നോറ്റാൽ അതിന്റെ പുണ്യം കിട്ടുമോ എന്ന്. കാരണം എന്താ? അത്താഴം കഴിക്കാൻ ഭക്ഷണമില്ല നാട്ടില്. അതിന് പുണ്യം കിട്ടുമോ എന്ന് ചോദിക്കുന്ന നാട്ടുകാരുണ്ട്. സുഹൃത്തുക്കളെ, ഭക്ഷണത്തിനോട് ബഹുമാനം വേണം. ഒരിക്കലും ഒരു അനാവശ്യമായി ഭക്ഷണം നമ്മൾ നശിപ്പിച്ചു പോകരുത് എന്നൊക്കെ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുക. ലോകാരോഗ്യ സംഘടന നിർദ്ദേശിക്കുന്ന ഏറ്റവും വലിയ ഭക്ഷണത്തെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ശരീരത്തിൽ അമിത കൊഴുപ്പ് കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ശരീരത്തിലെ LDL കൊളസ്ട്രോളിനെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ പറ്റും. കാടാമ്പുഴയിലുള്ള ഒരു ലാബിലെ ടെക്നീഷ്യ ആയിട്ടുള്ള വർക്ക് ചെയ്യുന്ന എന്റെ സുഹൃത്തിന്റെ ഭാര്യ എന്നോട് പറഞ്ഞു, ഞാൻ സ്പൈറുലിന ഗോൾഡ് ആളുകൾക്ക് നിർദ്ദേശിച്ചപ്പോ വർഷങ്ങളായിട്ട് LDL കൊളസ്ട്രോളിന്റെ ആധിക്യം കാരണം കിതപ്പും പ്രശ്നങ്ങളും അനുഭവിച്ചിരുന്ന ഒരു പേഷ്യന്റ് ഉണ്ടായിരുന്നു. അവർക്ക് ഞാനിത് എടുത്തു കൊടുത്തപ്പോ ഇപ്പോഴത്തെ പുതിയ ടെസ്റ്റിൽ അവർക്ക് LDL കൊളസ്ട്രോൾ കാണുന്നില്ല, ഫുൾ നോർമൽ ആയിരിക്കുന്നു എന്ന്. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന കാർഡിയോ വാസ്കുലാർ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക്, നമ്മുടെ ശരീരത്തിലുള്ള റെസ്പിറേറ്ററി സിസ്റ്റത്തിന്, സർക്കുലേറ്ററി സിസ്റ്റത്തിന് എന്തെങ്കിലും ഒരു ഇൻബാലൻസിന്റെ അവസ്ഥ വരാനിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും ഇപ്പോൾ തന്നെ ഇത് എടുത്ത് കഴിക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളൊക്കെ കമ്പനിയിൽ വന്നിട്ട് ഒരു കാറ് കിട്ടി, ബൈക്ക് കിട്ടി എന്ന് പറയല്ല വേണ്ടത്. എന്റെ കാറില് എന്റെ സ്പൈറുലിന എന്നും ഉണ്ട് എന്ന് പറയാൻ കഴിയണം. സ്പൈറുലിനയാണ് എന്റെ കാറിൽ വരുന്നവർക്ക് ഞാൻ എടുത്തു കൊടുക്കാറുള്ള വിഭവം എന്ന് പറയാൻ കഴിയണം. ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തിട്ട് ഒരു സ്പൈറുലിന കഴിക്ക്, ഇന്ന് ഹോട്ടലൊന്നും നമ്മൾ നോക്കി നടക്കുന്നില്ല എന്ന് പറയാൻ കഴിയണം. കാരണം ഞാനൊക്കെ യാത്ര ചെയ്യുന്ന ദീർഘയാത്രയിലാണെങ്കിൽ ഞാൻ 2 ഇളനീര് കഴിക്കാറുണ്ട്. എന്തിനു വേണ്ടിയാ? ദാഹം തീർക്കുന്നവർ ഇളയ ഇളനീര് വാങ്ങി കഴിക്കും, അതോടുകൂടി ദാഹം തീരും. കുറച്ച് മൂപ്പുള്ള ഇളനീര് കൂടി വാങ്ങി കഴിക്കും, അതിന്റെ ഒപ്പം തന്നെ കഴിക്കും. കാരണം എന്താ? ഭക്ഷണമായിട്ട് അതിന്റെ കാമ്പ് കഴിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ അന്നത്തെ യാത്രയിൽ ഹോട്ടൽ ഭക്ഷണം പിന്നെ വേണ്ടതില്ല. കാരണം ദാഹവും തീർന്നു, വിശപ്പും തീർന്നു. എന്നാൽ അതേപോലെ നമ്മുടെ കയ്യിൽ സ്പൈറുലിന ഉണ്ടെങ്കിൽ നിങ്ങളെ മുഖത്ത് നോക്കി 2 മാസം കഴിയുമ്പോൾ ആളുകൾ പറയും, നീ ഏത് ക്രീമാ തേക്കുന്നത്, നീ പൗഡർ ഇട്ടിട്ടുണ്ടോ, കൺമഷി എഴുതിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും. നമ്മളെത്തൊന്നുമില്ല സുഹൃത്തെ. നമ്മൾ അകത്തേക്ക് കഴിക്കുന്ന നമ്മൾ സൂപ്പർ ഫുഡ് കഴിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എന്റെ ശരീരത്തിലും എന്റെ സ്കിന്നിലും ഒക്കെ പ്രത്യേകമായ ഒരു ഫ്ലെക്സിബിലിറ്റി, അല്ലെങ്കിൽ എന്റെ സ്കിന്നിൽ ഒരു നല്ലൊരു വെളിച്ചം നിനക്ക് തോന്നുന്നത്, ചൈതന്യം മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. 1 ഗ്രാം സ്പൈറുലിന 1 കിലോഗ്രാം പച്ചക്കറികളിലെ പോഷകങ്ങൾ നമുക്ക് ലഭിക്കുന്നതിന് തുല്യമാണെന്ന് നാസയുടെ പഠനം തെളിയിക്കുന്നു. ബഹിരാകാശ ശാസ്ത്രജ്ഞര് സ്പേസ് ഫുഡ് എന്നറിയപ്പെടുന്ന ഈ ഒരു ഭക്ഷണത്തെ കുറിച്ച് പറയുന്നത് 1 ഗ്രാം സ്പൈറുലിന കഴിക്കുന്നത്, അതായത് 1 ക്യാപ്സൂൾ കഴിക്കുന്നത് തന്നെ 1 കിലോഗ്രാം പച്ചക്കറികൾ, ജൈവ
പച്ചക്കറികൾ, അതായത് രാസവളങ്ങൾ ചേർത്തുണ്ടാക്കുന്ന പച്ചക്കറിയെ പറ്റിയല്ല ഈ പഠനം. നമ്മൾ പറയുന്നത് ജൈവ പച്ചക്കറികളിൽ നിന്ന് കിട്ടുന്നതായ നല്ല ശരീരത്തിന് ആവശ്യമായ ഹരിതക ഗുണങ്ങളാണ് നമ്മുടെ ശരീരത്തിന് അതുകൊണ്ട് കിട്ടുന്നത് എന്നാണ്. ഏറ്റവും കൂടുതൽ ബീറ്റ കരോട്ടിൻ ഉള്ളതിനാൽ സ്പൈറുലിന രോഗപ്രതിരോധ ശേഷിക്ക് ഉത്തമമാണ് എന്നാണ്. ആന്റി ഓക്സിഡന്റ് ആണ്. ആന്റി ഓക്സിഡന്റ് എന്ന് പറഞ്ഞാൽ ശരീരത്തിനകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഫ്രീ റാഡിക്കൽസുകൾ, ആ ഫ്രീ റാഡിക്കൽസുകളുടെ അമിതമായ വളർച്ചകളും ഓട്ടവും നമ്മുടെ ശരീരത്തിൽ പല കോശങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കലും ഒക്കെയാണ് ക്യാൻസറുകളായി, ക്യാൻസർ സെല്ലുകളായി, കാർസിനോജനുമായി അത് മാറിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അവയെ മുഴുവൻ പിടിച്ചു കെട്ടാനും തട കെട്ടി നിർത്താനും ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കാതിരിക്കാനും പ്രവേശിച്ചതിന് പുറന്തള്ളുവാനും പ്രിയപ്പെട്ടവരെ നമ്മെ സഹായിക്കുന്ന ഒരു ഘടകം തന്നെയാണ്, മുഖ്യമായ ഒരു ഭക്ഷണം തന്നെയാണ് സ്പൈറുലിന ഗോൾഡ്. അതുകൊണ്ട് തന്നെ സ്പൈറുലിന ഗോൾഡ് നമ്മൾ കഴിച്ചാൽ മാത്രം പോരാ, നമ്മളെ കുടുംബത്തിനെ കഴിപ്പിക്കണം, സുഹൃത്തുക്കൾക്ക് അത് എത്തിക്കണം. ഈ ഒരു വൃദ്ധ ചൈതന്യ നാളുകൾ നമുക്ക് കെങ്കേമമായി അതിനെ വർക്കൗട്ട് ചെയ്യാൻ കഴിയണം എന്നാണ് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടും. ദഹനപഥത്തിലെ രോഗാണുക്കളെ ഇല്ലാതാക്കാൻ അതിന് കഴിയും. ദഹനപഥം എന്നാ പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ആമാശയത്തിലേക്കും അന്നനാളം വഴി നീണ്ടുകിടക്കുന്ന ആ സംവിധാനത്തിൽ, കുടല് വഴിയുള്ള സംവിധാനത്തിൽ അൾസറൈറ്റിക് കൊളൈറ്റിസ് പോലത്തെ മാരക രോഗങ്ങൾ വന്ന് അൾസർ വന്നിട്ട് അവസാനം പുണ്ണ് വന്ന് ചുണ്ടിൽ വരെ പുണ്ണ് നിറയുന്ന അവസ്ഥ, മലദ്വാരം വരെ പ്രശ്നങ്ങളാകുമ്പോഴാണ്, നമ്മുടെ വയറ്റിന്റെ അടിവയറിൽ വരെ പ്രശ്നങ്ങൾ എത്തുമ്പോഴാണ് നമ്മുടെ ചുണ്ടുകൾക്കൊക്കെ മുറിവേറ്റ് കൊണ്ടിരിക്കുന്നത്, അതേപോലെ വായിൽ മുറിവുണ്ടാകുന്നത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ആ ഒരു സഞ്ചാര പദത്തിലെ, ആ ദഹന പദത്തിലെ, ആ വഴിയിലെ എല്ലാ പ്രശ്നങ്ങളും തീർക്കുവാൻ തീർച്ചയായിട്ടും നമ്മുടെ സ്പൈറുലിന ഗോൾഡ് കൊണ്ട് സാധിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏതായാലും നിത്യഹരിത പാഴൽ എന്ന പേരിൽ ഇത് വിളിക്കപ്പെടുന്നു, അറിയപ്പെടുന്നു. ഇലക്കറികൾ അഥവാ പച്ചക്കറികളിൽ നിന്ന് കിട്ടുന്ന എല്ലാ ഹരിതക ഗുണങ്ങളും ഈ സ്പൈറുലിനയിൽ ഉള്ളത് കൊണ്ട് മാലിന്യങ്ങൾ പുറന്തള്ളുന്നതിൽ ഇത് ലോകത്ത് അറിയപ്പെട്ട ഒരു ഫുഡാണ് എന്നുള്ളത് നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, നമ്മുടെ ഓരോ പ്രോഡക്റ്റും, നമ്മൾ തടി കുറയേണ്ട ആളുകൾ ഇതിൽ മെസ്സേജിൽ ചോദിച്ചിരുന്നു തടി കുറയാൻ പറ്റുമോ. നമ്മൾ എപ്പോഴാ തടി കൂടുന്നത്? എങ്ങനെയാ തടി കൂടിയത്? വാപ്പച്ചി നല്ലോണം നോക്കി, അല്ലെങ്കിൽ ഭർത്താവ് എപ്പോഴും നമ്മുടെ ടൂറിന് കൊണ്ടുപോയി, അപ്പൊ നമ്മൾ അൽഫാം വാങ്ങി കഴിച്ചു അല്ലെ, അതേപോലെ തന്നെ ഷവർമ വാങ്ങി കഴിച്ചു. അങ്ങനെയൊക്കെ നമ്മുടെ ജീവിത ശൈലിയുടെ ഭാഗമായിട്ട് കോഴി തന്നെ കൂടുതൽ കൂട്ടിയപ്പോ ഹോർമോൺ ഡെഫിഷ്യൻസി വന്നു. ഹോർമോൺ ഇംബാലൻസ് വന്നപ്പോഴാണ് നമ്മുടെ പ്രശ്നങ്ങളുടെ ഒക്കെ തുടക്കം കുറിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇനി ആ ജീവിത ശൈലി മാറ്റണം. നിങ്ങളാണ് മാറേണ്ടത്, രോഗമല്ല മാറേണ്ടത്. രോഗി മാറാതെ ഒരിക്കലും രോഗം മാറുകയില്ല എന്ന് നമ്മൾ തീരുമാനം എടുക്കണം. ഞാനാണ് പ്രശ്നം. ഇഫ് യു വോണ്ട് എ ചേഞ്ച്, ഫസ്റ്റ് യു ചേഞ്ച്. നിനക്കൊരു മാറ്റം അനിവാര്യമാണോ എങ്കിൽ നീയാണ് മാറേണ്ടത് എന്നാണ് ചിന്തകന്മാർ നമ്മോട് പറയുന്നത് അല്ലെ. വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് പറയുന്ന ഹിപ്പോക്രാറ്റസ് പോലും പറയുന്നത് ലെറ്റ് ഫുഡ് ബി ദ മെഡിസിൻ അല്ലെ, ആൻഡ് മെഡിസിൻ ബി ദ ഫുഡ് എന്നാണ്. നിന്റെ ഭക്ഷണമാണ് നിന്റെ ഔഷധം, നിന്റെ ഭക്ഷണമാണ് നിന്റെ മരുന്ന് എന്നാണ്. നിന്റെ മരുന്ന് നിന്റെ ഭക്ഷണമാവരുത്. അതുകൊണ്ട് തന്നെ ഭക്ഷണം മരുന്ന് പോലെ ശ്രദ്ധിച്ച് കഴിച്ചില്ല എങ്കിൽ മരുന്ന് നീ ഭക്ഷണം പോലെ വാരി വലിച്ച് കഴിക്കേണ്ടി വന്നേക്കാം. മരുന്ന് ഭക്ഷണം പോലെ പിന്നെ കഴിക്കേണ്ടി വന്നേക്കാം. 33 ഗുളിക കഴിക്കുന്നവരൊക്കെ എന്റെ അടുത്ത് വരാറുണ്ട്. പ്രഷർ ഉണ്ടോ? ഉണ്ട്. കൊളസ്ട്രോൾ ഉണ്ടോ? ഉണ്ട്. ടെൻഷൻ ഉണ്ടോ? ഉണ്ട്. ഉറക്കക്കുറവുണ്ടോ? ഉണ്ട്. മലബന്ധം ഉണ്ടോ? ഉണ്ട്. വേദന ഉണ്ടോ? ഉണ്ട്. എല്ലാത്തിനും ഉണ്ട് എന്നായിരിക്കും ഉത്തരം. അവർക്കൊക്കെ ഡോക്ടർമാർ ഓരോ ഉണ്ടിനും മരുന്ന് എഴുതും. പക്ഷെ നമ്മൾ ഉണ്ടിന് മരുന്ന് എഴുതാറില്ല. നമ്മൾ ശരീരത്തിന്റെ മാലിന്യങ്ങളിൽ നിന്ന് മോചനം കൊടുക്കുക ചെയ്യുക. അതിനുശേഷം ക്ലൻസിങ് കഴിഞ്ഞ് ബാലൻസിങ്ങും ആക്ടിവേറ്റിങ്ങും ഡിഫെൻഡിങ്ങും സിസ്റ്റത്തിലൂടെ CBID സിസ്റ്റത്തിൽ ആ രോഗിയെ പൂർണ്ണമായും ഡിഫെൻഡിങ് സിസ്റ്റത്തിലേക്ക്, രോഗപ്രതിരോധ സിസ്റ്റത്തിലേക്ക് എത്തിക്കുകയാണ് നമ്മുടെ ചികിത്സാ രീതി. രോഗി ക്ഷമിക്കണം, രോഗി മാറാൻ തയ്യാറാവണം. മുടി വളർച്ചക്കും മുടി കൊഴിച്ചിട്ടും ഏറ്റവും നല്ല ഒരു അതുല്യ പാഴലാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ സ്പൈറുലിന സ്ഥിരമാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വേദനയിൽ കിടക്കുന്ന രോഗിക്ക് പോലും നമ്മുടെ പ്രൊഡക്റ്റ് കൊടുക്കണമെന്ന് നമ്മൾ പറയുന്നത് ഇന്ന് ഭൂമിയിൽ കൊടുക്കാവുന്ന അദ്ദേഹത്തിന് അന്തിമമായിട്ട് അവസാനമായിട്ട് ലോകത്തുനിന്ന് ഭക്ഷണമായി കഴിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ഫുഡും കൂടി നമ്മുടെ സ്പൈറുലിനയാണ്. 95 ആണ് എന്ന് നമ്മൾ ഓർക്കുക. ഒരിക്കലും നമ്മൾ മടിക്കരുത്. മരണവും നമ്മളുമായി യാതൊരു ബന്ധവുമില്ല. മരിക്കുന്നത് വരെ ഡോക്ടർ മരുന്ന് കൊടുത്തു, മരിക്കുന്നത് വരെ നമ്മൾ നല്ല ഫുഡ് കൊടുത്തു. ആരാ നല്ല കർമ്മം ചെയ്തത് ഇവിടെ? ഡോക്ടർ മരുന്ന് കൊടുത്തതാണോ? നമ്മൾ ഫുഡ് കൊടുത്തതാണോ? ഉമ്മയാണ് ഇവിടുത്തെ ഡോക്ടർ, അടുക്കളയാണ് ഇവിടുത്തെ ആശുപത്രി.
അവിടുത്തെ ഭക്ഷണമാണ് ഇവിടുത്തെ മെഡിസിൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഉമ്മയാണ് നമുക്ക് നാളിതുവരെ ജീവൻ നിലനിർത്തി തന്നത്, കുഞ്ഞു പൈതലിന് പാല് കൊടുത്തത്. അതേപോലെ പാലിനുണ്ടാവാവുന്ന എല്ലാ ഗുണങ്ങളും അടങ്ങിയിരിക്കുന്ന ഒരു സൂപ്പർ ഫുഡാണ് നമ്മുടെ സ്പൈറുലിന ഗോൾഡ് എന്ന് മനസ്സിലാക്കുക. ക്യാൻസറിനെയും എയ്ഡ്സിനെയും ഇല്ലാതാക്കാനും തടയിടാനും ഇതുകൊണ്ട് കഴിയുമെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് സ്പൈറുലിന ഗോൾഡിന്റെ പ്രാധാന്യം ഏകദേശം നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് എന്റെ വിശ്വാസം. ഒരുപാട് എവിഡൻസുകൾ നമുക്ക് വായിക്കാൻ കിട്ടും. നീലഹരിത പായൽ സ്പൈറുലിന, പോഷക കലവറ സ്പൈറുലിന, പച്ചവെള്ളത്തിലെ പോഷക ഫാക്ടറി സ്പൈറുലിന, സ്പൈറുലിന രോഗാണുക്കളെ അകറ്റുന്ന ഒരു സൂപ്പർ ഭക്ഷണം എന്ന പേരിലൊക്കെ ധാരാളം ലേഖനങ്ങൾ മുമ്പ് വായിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ഫാക്ടറി തന്നെയാണ്. അമേരിക്കയിലൊക്കെ ഒരുപാട് നല്ല തടാകങ്ങൾ ക്രമീകരിച്ചിട്ട് അതിൽ കൃഷിയായിട്ട് സ്പൈറുലിന അവർ വളർത്തുന്നുണ്ട്. ഇത് ശരിക്കും കടലിൽ ഉണ്ടാവുന്ന, ലക്ഷദ്വീപിലൊക്കെ ഞാൻ പോയ സമയത്ത് 100 കണക്കിന് കിലോ കണക്കിന് എത്രയോ സ്പൈറുലിനയുടെ വലിയ കൂട്ടങ്ങൾ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ ആളുകൾക്ക് അത് അറിയില്ല. അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക അഭിമാനമാണ്. സ്പൈറുലിന ഇങ്ങനെ കെട്ടിക്കെടുക്കുന്നത് കാണുമ്പോൾ അതിന്റെ ഉള്ളിലുള്ള ഒരു പച്ച ലൈറ്റ്, നമുക്കറിയാലോ LED ബൾബൊക്കെ കത്തുമ്പോൾ അവിടെ ഒരു പച്ച ലൈറ്റ് ഉണ്ടല്ലോ, അതുപോലെ ഉള്ളിൽ തിളങ്ങി പ്രകാശിക്കുന്ന പോലെ നമുക്ക് വിട്ടുനിന്ന് തോന്നും. അത് കാണുമ്പോൾ എടുത്ത് കഴിക്കാൻ തോന്നും. പക്ഷെ അപ്പോൾ അത് രുചിയൊന്നുമല്ല, നല്ല രുചിയൊന്നുമല്ല. നമുക്കറിയാലോ നോനിപ്പഴം നമ്മൾ കഴിക്കാറുണ്ടോ? നോനിപ്പഴം കഴിക്കാറുണ്ട്. നോനിപ്പഴത്തിന്റെ വാസന കേട്ടാൽ ഒരാൾ അതിന്റെ അടുത്തുകൂടെ പോലും പോകൂല. എന്നാൽ ഒരു ആപ്പിള്, മുന്തിരി, ഉറുമാമ്പഴം, വാഴപ്പഴം, മാമ്പഴം, കർമൂസ 6 പഴം കഴിച്ചാൽ നമുക്ക് കിട്ടുന്നത് 74 ന്യൂട്രീഷൻസ് ആണെങ്കിൽ നോനി പഴം 1 കഴിച്ചാൽ 155 കൂടുതൽ ന്യൂട്രീഷൻസ് ശരീരത്തിന് ലഭിക്കുന്നുണ്ട് എന്നാണ് റിസർച്ചുകൾ പറയുന്നത്. 40 യൂണിവേഴ്സിറ്റി ഈസ് ഡൂയിങ് നോനി റിസർച്ച്. 40ഓളം യൂണിവേഴ്സിറ്റികൾ 24 മണിക്കൂറും റിസർച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന ഒരു പഴമാണ് നോനി. ആ നോനിയാണ് നമ്മുടെ 95-ല് അടങ്ങിയിരിക്കുന്നത് എന്ന് കൂടി നമ്മൾ ഓർക്കണം. ബെറികൾക്ക് പുറമെ നോനിയും കറ്റാർ വാഴയും നെല്ലിക്കയും ചേർക്കുന്നുണ്ടെങ്കിൽ ആ നോനിയുടെ പ്രാധാന്യം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. പൈസ ഉള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു 95 ഈ നോമ്പ് കാലത്ത് ഉപയോഗിക്കണം. 95 ഒന്ന് ഉപയോഗിച്ചാൽ എനിക്ക് പറയാനുള്ളത് ഒരു 2 സ്പൈറുലിന ക്യാപ്സൂളിനോട് കൂടെ ഒരു 95 ജ്യൂസ് നിങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഈ ശരീരത്തിനകത്ത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെടാം. 1, 2, 3 ദിവസം കഴിയുമ്പോൾ നാവിലൊക്കെ ഒരു വെള്ള പൂപ്പൽ അനുഭവപ്പെടും. അതിന്റെ അർത്ഥം ടോക്സിൻസ് തള്ളപ്പെടുന്നു എന്നാണ്. നമ്മുടെ ശരീരത്തിനകത്ത് ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമാക്കപ്പെടും അല്ലെ. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ 2, 3, 4, 5 ദിവസം കഴിയുമ്പോൾ മാലിന്യം പുറന്തള്ളപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. വെള്ളം ധാരാളം പറ്റുന്നുണ്ടെങ്കിൽ കുടിച്ചേക്കണം. പഴയ കഞ്ഞിവെള്ളം നല്ലോണം കുടിക്കണം. ശരീരത്തിന് ആവശ്യമായ ഗുഡ് ബാക്ടീരിയാസിനെ വളർത്തി കൊടുക്കേണ്ട സമയം ഇതാണ്. പ്രോബയോട്ടിക് വെറുതെ ഒന്ന് കഴിക്ക്. ആഴ്ചയിൽ 2 3 എണ്ണെങ്കിലും കഴിക്കുക പ്രോബയോട്ടിക്. കാരണം ആന്റിബയോട്ടിക്കുകളുടെ അമിതമായ ഉപയോഗം കാരണം നമ്മുടെ ശരീരത്തിലുള്ള നല്ല ഗുണങ്ങളൊക്കെ നശിച്ചു പോയിട്ടുണ്ട് ഇല്ലേ. രാസവളങ്ങൾ കാരണം മണ്ണിര പോലും ഭൂമിയിൽ നിന്ന് പോയത് കൊണ്ടൊക്കെയാണ് നല്ല പച്ചക്കറികൾ നമുക്ക് ഇല്ലാതെ പോയത്. എന്നാൽ ആ മണ്ണിരയെ നശിപ്പിക്കാതെ മറ്റ് എല്ലാ മോശങ്ങളെയും എല്ലാ കീടങ്ങളെയും നശിപ്പിക്കുന്ന ഭൂവസ്ത്രം പോലത്തെ നല്ല ഡോക്ടർ മോഹൻ എന്ന സയന്റിസ്റ്റ് നമുക്ക് സംഭാവന ചെയ്തിട്ടുള്ള ഒരുപാട് നല്ല അഗ്രോ പ്രൊഡക്റ്റുകൾ നമുക്ക് ലഭ്യമാക്കിയതുപോലെ നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ച ആ ഒരു ദുരന്ത അവസ്ഥയിൽ നിന്ന് അതിനെ രക്ഷപ്പെടുത്താൻ ഭൂവസ്ത്രം പോലെ കൊണ്ടുവന്നിട്ടുള്ള നല്ല ഒരു ഔഷധമാണ് പ്രോബയോട്ടിക്. നിങ്ങൾ ഈ നോമ്പ് കാലത്ത് ഉപയോഗിക്കേണ്ട ചില പ്രൊഡക്റ്റുകളാണ് പ്രോബയോട്ടിക്. അതേപോലെ അമിതവണ്ണം, ഞാൻ എൻ്റെ ശരീരഭാരം 55 കിലോനാണ് എനിക്ക് വേണ്ടത് എങ്കിൽ ആ 55 കിലോനിൽ 55 സെന്റിമീറ്ററുള്ള ഞാന് 155 സെന്റിമീറ്ററുള്ള എനിക്ക് ആകെ വേണ്ടത് 55 കിലോനാണ്. എല്ലാവരും അത് ശ്രദ്ധിക്കുക. നമ്മളെ ഒരു ടാപ്പ് എടുത്ത് അളക്കുക. 165 സെന്റിമീറ്റർ ഉണ്ടായാലെങ്കിൽ ആ 100 അങ്ങോട്ട് മാറ്റി വെക്കുക. അപ്പോൾ 65 കിലോൻ അയാൾ വേണമെന്ന് മനസ്സിലാക്കുക. 165 സെന്റിമീറ്റർ ഉണ്ടെങ്കിൽ ആ 165-ല് 100 മാറ്റി വെക്കുക, 65-ന് പിടിക്കുക. 65 കിലോനാണ് അയാളുടെ ഹൈറ്റിനനുസരിച്ച് അയാളുടെ വെയിറ്റ്. ആ 65 കിലോനിൽ ഇയാൾ 75 ഉണ്ടെങ്കിൽ 10 കിലോ കൂടുതലാണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് 10 കിലോനും കൂടി കുറക്കാൻ ഈ നോമ്പ് ഉപകരിച്ചോ എന്ന് നമ്മൾ അവസാനം ഒന്ന് അനലൈസ് ചെയ്യുക.
അതിനുവേണ്ടി കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ, വയറിന് അതിശക്തിയുള്ളവര്, അമിതമായ കട്ടിപ്പുള്ളവര്, അടിവയറ് 3 കഷ്ണമായി നിൽക്കുന്ന സ്ത്രീകളൊക്കെ കാണാനോ അല്ലെ, പല ശരീരഭാഗങ്ങളും തുടുത്തു നിൽക്കുന്ന, ഇഷ്ടപ്പെട്ടവര് ശരീരത്തിന്റെ വടിവ് കൊണ്ടുവരാൻ കഴിയാത്ത ആളുകൾ ഉണ്ടായിരിക്കും. അവരൊക്കെ ഈ മോണോ ലൈഫ്, അതോടൊപ്പം സ്പൈറുലിന, ഡയലി ഡിറ്റോക്സ്, അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പ്രോബയോട്ടിക് ഒക്കെ ഈ മാസമാണ് കഴിക്കേണ്ടത്. വരുമാനം ഉണ്ടാക്കാനൊക്കെ പുറമെ നമ്മൾ ചിത്രം വരയ്ക്കണമെങ്കിൽ ആദ്യം ചുമര് വേണം. നമ്മൾ ചുമരില്ലാതെ ചിത്രം വരയ്ക്കാൻ നടക്കരുത്. നമ്മൾ എന്ന ആൾ ആദ്യം ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം നിങ്ങൾ പൂർണ്ണമായിട്ടും ഈ ഒരു ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുവാനുള്ള യോഗ്യത നേടേണ്ടത് എന്നാണ് എനിക്ക് ഈ സമയത്ത് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. WHO has highlighted spirulina as the greatest food on earth. ഇന്ന് ഭൂമിയിലുള്ള ഏറ്റവും വലിയ ഭക്ഷണമാണ് നമ്മുടെ സ്പൈറുലിന എന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ മുമ്പ് പ്രഖ്യാപിക്കുകയുണ്ടായി. ദ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ എന്ന് പറയും, FAO, ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ. അവര് പറയുന്ന 21ാം നൂറ്റാണ്ടിന്റെ പോഷക ഭക്ഷണമാണ് ഇത് എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം, ആസ് ദ ബെസ്റ്റ് ഫുഡ് ഫോർ ടുമോറോ, 21ാം നൂറ്റാണ്ടിന്റെ ഏറ്റവും മികച്ച ഭക്ഷണം ആണ് ഇന്ന് എന്ന് അവര് എന്ത് ചെയ്തു, ഡിക്ലെയർഡ് സ്പൈറുലിന. അവർ സ്പൈറുലിനയെ പറ്റി പ്രഖ്യാപനം നടത്തി കഴിഞ്ഞു എന്നുള്ളത് ഇതിനോട് ചേർത്ത് വെക്കണം. വെസ്റ്റ് ജർമ്മനിയിൽ വെച്ച് നടത്തിയ ഇന്റർനാഷണൽ ഫുഡ് എക്സ്പോയിൽ വെച്ചിട്ട് ദ ബെസ്റ്റ് നാച്ചുറൽ ഫുഡ് അവാർഡ് നേടിയത് സ്പൈറുലിനയാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുമിച്ച് കഴിക്കാൻ പറ്റുമോ ഈ ഭക്ഷണങ്ങളൊക്കെ? നമ്മൾ പറഞ്ഞ 3-4 ഉൽപ്പന്നങ്ങൾ പറഞ്ഞു. ആ ഉൽപ്പന്നങ്ങളൊക്കെ ഒന്നിച്ച് കഴിക്കാൻ പറ്റുമോ എന്നാണ് ചില ആളുകൾ ചോദിച്ചത്. തീർച്ചയായിട്ടും പറ്റും, ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം നമ്മൾ എന്തൊക്കെയോ ഭക്ഷണം കഴിക്കുന്നില്ലേ. നമ്മൾ തീന്മേശയിൽ നിന്ന് ഇറച്ചിയുണ്ട്, മീനുണ്ട്, അതോടൊപ്പം പൊറാട്ട ഉണ്ട്, പത്തലുണ്ട്, എല്ലാ സാധനവും, പത്തിരിയുണ്ട്, ദോശയുണ്ട്. നമ്മൾ അത് ഇതൊന്നിച്ച് കഴിച്ചാൽ പ്രശ്നം ഉണ്ടാവുമെന്ന് ആരും ചിന്തിക്കാറില്ലല്ലോ. എല്ലാം ഒന്ന് കഴിച്ചില്ലെങ്കിൽ മോശമല്ലേ എന്നല്ലേ ചിന്തിക്കാറുള്ളൂ, അല്ലെ? അവരുണ്ടാക്കിയതല്ലേ, അവർ തിന്നില്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും തോന്നൂല എന്ന് തോന്നില്ല. നമുക്ക് നമ്മുടെ ഭക്ഷണമാണ് നമ്മൾ ചിന്തിക്കാറുള്ളൂ അവിടെ. എന്നാൽ ഈ ഫുഡിന്റെ കാര്യത്തിൽ, ഫുഡ് സപ്ലിമെന്ററി സിസ്റ്റത്തിന്റെ കാര്യത്തിൽ ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രോഡക്ട്സുകളാണ് നമ്മുടെ ഇതെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഫാർമസ്യൂട്ടിക്കൽസ് അല്ല, ഫാർമസി സിസ്റ്റം അല്ല, മെഡിസിൻ അല്ല. ഒരിക്കലും ഒരു സൈഡ് എഫക്ട് ഇല്ലാത്തതും ഫാസ്റ്റ് ആക്ഷൻ തരുന്നതും 100% നാച്ചുറൽ ആയതും മാത്രമല്ല, മുഴുവനും നമ്മുടെ ശരീരത്തിന് ആവശ്യമായ നാച്ചുറൽ വിഭവങ്ങളായിട്ടുള്ള ആയുർവേദിക് ഉൽപ്പന്നങ്ങളാണ് എന്നുള്ളതും നമുക്ക് ഇതിൽ തന്നെ പിടിച്ച് ജീവിത ശൈലിയെ ചിട്ടപ്പെടുത്തുവാൻ നമുക്ക് പ്രചോദനം നൽകുന്നു എന്നുള്ളതും കൂടി ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ഷീല മാഡം ഇതിന്റെ കൺക്ലൂഡിങ്ങിലേക്ക് വരുമ്പോൾ ചില കാര്യങ്ങൾ കൂടി നമ്മെ ഓർമ്മപ്പെടുത്തുന്നതായിരിക്കും. സ്പൈറുലിന ഒരു ക്യാപ്സ്യൂൾ കഴിച്ചാൽ ഇത്രയും ഗുണങ്ങൾ വന്നു ചേരുന്നു. നമ്മൾ 25 ഗ്രാം ക്യാരറ്റ് കഴിക്കുന്നതിന്റെ സ്ഥാനത്താണ്. അതേപോലെ 30 ഗ്രാം ഫിഷ് കഴിക്കുന്നതിന്റെയും 27 ആപ്പിൾ കഴിക്കുന്നതിന്റെയും 1 കിലോഗ്രാം ഗ്രീൻ പീസ് കഴിക്കുന്നതിന്, ഗ്രീൻ പീസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, പട്ടാണി കടല അല്ലെ. അതേപോലെ തന്നെ 1/2 ബനാന കഴിക്കുന്നതിന്റെയും 150 ഗ്രാം ടൊമാറ്റോ കഴിക്കുന്നതിന്റെയും സ്ട്രോബെറി കഴിക്കുന്നതിന്റെ ഒക്കെ സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. 300 ഗ്രാം ചിക്കൻ കഴിച്ചാൽ കിട്ടുന്ന ഗുണം നമ്മുടെ ശരീരത്തിലേക്ക് ഇതിൽ നിന്ന് തന്നെ ലഭിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ നോക്ക്, ഈ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ നമുക്കൊരു 5000 ഉറുപ്പിയെങ്കിലും ചെലവുണ്ടാവൂലേ? പക്ഷെ അതേ സ്ഥാനത്ത് ഒരു ക്യാപ്സൂൾ കഴിക്കാൻ വലിയ ചെലവുണ്ടോ? ഇല്ല. ഒറ്റ ക്യാപ്സൂൾ കഴിച്ചാലാണ് ഇതൊക്കെ കിട്ടുന്നത് നമ്മൾ ഓർക്കണം. 2 കിലോഗ്രാം ക്യാബേജ് കഴിക്കുന്നതിന്റെയും 1/2 ബ്രെഡ് കഴിക്കുന്നതിന്റെയും 3 ഗ്രാം പംകിൻ കഴിക്കുന്നതിന്റെയും 1 ലെമൺ കഴിക്കുന്നതിന്റെയും 10 ഗ്രാം ഗ്രേപ്സ് കഴിക്കുന്നതിന്റെയും 150 ഗ്രാം റൈസ് കഴിക്കുന്നതിന്റെയും 20 ഗ്രാം പൊട്ടാറ്റോ കഴിക്കുന്നതിന്റെയും 300 മില്ലി മിൽക്ക് കഴിക്കുന്നതിന്റെയും 1 മുട്ട കഴിക്കുന്നതിന്റെയും ഒക്കെ സ്ഥാനത്താണ് 1 കിലോഗ്രാം സ്പൈറുലിന കഴിക്കുന്നത് 1000 കിലോഗ്രാം വിവിധ പച്ചക്കറികൾ കഴിക്കുന്നതിന് തുല്യമാണ് എന്നാണ് ഗവേഷകർ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് ഏകദേശം ഇന്ന് പറയാൻ സാധിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഈ രോഗപ്രതിരോധ വ്യവസ്ഥയിൽ നമുക്ക് ചങ്കൂറ്റം നൽകുന്ന, ഇന്റേണൽ ഓർഗൻസിന് ശക്തി പകരുന്ന, ലങ്സ്, ലാർജ് ഇൻറ്റെസ്റ്റൈൻ, സ്റ്റൊമക്, സ്പ്ലീൻ, സ്മോൾ ഇൻറ്റെസ്റ്റൈൻ, യൂറിനറി ബ്ലാഡർ, കിഡ്നി പോലത്തെ ഇന്റേണൽ ഓർഗൻസിന് പൂർണ്ണ ഉന്മേഷം നൽകുന്ന ഈ ഒരു സ്പൈറുലിന ഗോൾഡ് ഈ റമദാൻ വ്രത ചൈതന്യ നാളുകളിൽ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റണം. മരണം വരെ നമ്മൾ തുടരേണ്ടതാണ് ഇത് എന്നാണ്. ശരിക്കും 120 വയസ്സോളം ആമ ജീവിക്കുന്നതിന് കാരണം ഗവേഷകർ പറയുന്നത് ആമ കടലിലെ ജീവിയാണ്. കടലിൽ ആമയുടെ ഭക്ഷണമാണ് സ്പൈറുലിന. സ്പൈറുലിന കഴിക്കുമ്പോൾ അതിന് ആയുസ് കൂടുന്നു എന്നുള്ളതാണ് ഗവേഷകർ പറയുന്നത്.
സത്യത്തിൽ നമ്മളും മനസ്സിലാക്കണം, സ്പൈറലിനെ നമ്മുടെ ജീവിതത്തിന്റെ വസന്ത ദിനങ്ങളാക്കി മാറ്റാൻ നമുക്ക് കഴിയട്ടെ എന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്താണ്. ഒരുപാട് ആളുകളുണ്ട്, ചെറിയ മക്കൾ, മുലകൂട്ടുന്ന അമ്മമാരുണ്ട്. ആ അമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, നല്ല മുലപ്പാലും നല്ല ബുദ്ധിയും GLA അടങ്ങിയിരിക്കുന്ന DHA, ഡോക്കൂസ ഹെക്സനോയിക് ആസിഡ്, ഡൊക്കൂസ ഹെക്സനോയിക് ആസിഡ് എന്ന് പറഞ്ഞാൽ മെമ്മറി ബൂസ്റ്റർ ആണ്. മെമ്മറിയിലേക്ക് എന്തെങ്കിലും ഇന്റേണൽ പ്രശ്നങ്ങൾ വന്നാൽ, ചെറിയ പ്രശ്നം വരുമ്പോൾ വലുതായി ചിന്തിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ തീർച്ചയായിട്ടും സ്പൈറുലിന കഴിക്കണം. നിങ്ങൾ കുട്ടികൾക്ക് സ്പൈറുലിന നിങ്ങൾ കൊടുക്കണം. ഉമ്മമാർ, മുലയൂട്ടുന്ന അമ്മമാർ സ്പൈറുലിന ധാരാളം കഴിക്കണം. നല്ല മുലപ്പാൽ കൂടും, കുട്ടിക്ക് ബുദ്ധി കൂടും. പഠനത്തിന് വൈകല്യമുള്ള മക്കൾക്ക് കൊടുത്താൽ പഠനത്തിന് നല്ല നല്ല ഓർമ്മശക്തി കൈവരും. ഇതിനോടൊപ്പം തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ മെമ്മറി ബൂസ്റ്റർ ആയിട്ടുള്ള, അതേപോലെ തന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആയിട്ടുള്ള ബേബി ടു ബാബ എന്നറിയപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ കവച് പ്രാശലും ഇതേ ഗുണങ്ങളൊക്കെ അടങ്ങിയിരിക്കുന്നുണ്ട്. അതിലുള്ള ബ്രഹ്മിയും ഇറാനിൽ നിന്ന് വരുന്ന കുങ്കുമവും ഒക്കെ ചേർത്ത് വരുന്ന കാട്ടുനെല്ലിക്കയും കാട്ടുതേനും ചേരുമ്പോൾ, ശർക്കര ചേരുമ്പോൾ, കുരുമുളക് തിപ്പല്ലി ചേരുമ്പോൾ ശരീരത്തിലുള്ള മാലിന്യങ്ങൾക്ക് അവിടെ എവിടെയും പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നമ്മെ എന്നേക്കുമായി അത് പിരിഞ്ഞു പോവുകയും 5-8 വർഷങ്ങൾക്ക് ശേഷം നമ്മെ പിടികൂടാനിരിക്കുന്നതായ ക്യാൻസർ സെല്ലുകൾ പോലും ഇല്ലാതെയാക്കി ശരീരത്തിന് പൂർണ്ണ ഉന്മേഷദായകമായ ഒരു ജീവിതം കൈവരിക്കുവാൻ സ്പൈറുലിന ഗോൾഡിന്റെ ഉപയോഗത്തിലൂടെ സാധിക്കുമെന്നും, ഇത്തരം പ്രോഡക്റ്റുകൾ ആരെങ്കിലും ഉപയോഗപ്പെടുത്തുവാൻ ഈ അവസരം വിനിയോഗിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ അയാൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അസുലഭ മുഹൂർത്തമായിരിക്കും ഇതും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ ഈ സെഷനിൽ നിന്ന് തൽക്കാലം പിന്മാറുന്നു. ഷീല മേഡത്തിന് കാണുന്നില്ലല്ലോ? ഇല്ല, ഷീല മേഡം പുറത്തു പോയിട്ടുണ്ട്. ഒന്ന് ആൻഡ്രൈസിംഗ് ഉണ്ടെങ്കിൽ ഷീല മേഡത്തിന് കാണുന്നില്ല. ഷീല മേഡത്തിന്റെ ആൻഡ്രൈസിംഗ് പ്രതീക്ഷിച്ചിരിക്കുന്നു. ഷീല മേഡം ഓക്കെ. അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് സ്പൈറുലിന ഗോൾഡുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ചർച്ച ചെയ്യാനുള്ളത്. നിങ്ങളൊക്കെ ആരെങ്കിലും കയ്യിലുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സ്ക്രീനിൽ ഉയർത്തി കാണിക്കണം. ആരുടെ കയ്യിലാ സ്പൈറുലിന ഉള്ളത്? ഓക്കെ, നമ്മുടെ സിദ്ദീഖ് സാർ പന്നൂർ, വളരെ സന്തോഷം. അദ്ദേഹം ഇതിന് ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും ആരോഗ്യപൂർണ്ണനാവട്ടെ എന്ന് ഈ സമയത്ത് ഞാൻ കുടുംബത്തിന് വേണ്ടി ആശംസിക്കുന്നു. സ്പൈറുലിനയെ നമ്മൾ പറയാനുള്ളതല്ല, ജീവിതത്തിൽ പകർത്താനുള്ളതാണ്, അത് കാണിക്കാനുള്ളതാണ്. എല്ലാവരും സ്പൈറുലിന ഗോൾഡ് നമുക്കറിയാം, ക്ഷീണിതരായ അവശ്യ രോഗികൾ, കിടപ്പിലായവർ, അത് റഷീദ് സാർ എടുത്ത് കാണിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട റഷീദ് സാർ അത് മാതൃകാ പുരുഷനാണ്. കാരണം പറയാനുള്ള ആളല്ല, പറഞ്ഞ് കാണിച്ചു കൊടുക്കുക. പ്രസിഡന്റ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പ്രസിഡന്റ് എന്ന പ്രസീഡാണ്, മുമ്പിൽ നടന്ന് കാണിച്ചു കൊടുക്കുക എന്നുള്ള, അല്ലാതെ ഉപദേശിക്കുന്ന ബോസായ പോരാ. നമ്മളെ പിറകിൽ വന്നത് അസോസിയേറ്റ് ആണ്, ഒരിക്കലും നമ്മളെ എംപ്ലോയികളല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കാണിച്ചു കൊടുത്താൽ അവരത് അങ്ങോട്ട് ചെയ്തോളും. ബി എ ഡ്യൂപ്ലിക്കേറ്റബിൾ ലീഡർ. അതാ നമ്മളെ സുലൈമാൻ സാർ സ്പൈറുലിന എടുത്ത് കാണിക്കുന്നു. എല്ലാവരും പറയാനുള്ളത്, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഒരു റമദാൻ മാസത്തിൽ നിങ്ങൾ എത്ര പേർക്ക് സ്പൈറുലിനയെ കുറിച്ച് അഡ്വൈസ് ചെയ്തു, ഉപയോഗപ്പെടുത്തി കൊടുത്തു, അവരെ ഈ ആരോഗ്യത്തിന്റെ ഭാഗമായി നിങ്ങൾ മാറി? എത്ര ആളുകൾക്ക് നിങ്ങൾക്ക് ഈ അത്താഴ ശേഷം, അതാ വാപ്പു തങ്ങൾ അത്താഴ ശേഷം ഇത് കഴിച്ചു എന്ന് പറയുന്നു? തീർച്ചയായിട്ടും ഞാൻ പറയാൻ നിങ്ങളോട്, നിങ്ങൾ കൈക്കോട്ടെടുത്ത് പിക്കാസ് എടുത്ത് കിണർ കളക്കാൻ പോയിക്കോ. വൈകുന്നേരം വരെ നിങ്ങൾ നോമ്പിന്റെ പേരിൽ ഒരു ക്ഷീണവും നിങ്ങൾ അനുഭവപ്പെടുകയില്ല. ഇത് ഈ ഒരു സ്പൈറുലിനയുടെ പ്രത്യേകതയാണ്. 2 സ്പൈറുലിന 3 സ്പൈറുലിന എന്ന് ആരും അർത്ഥം വെക്കരുത്. നിങ്ങൾക്ക് എത്ര കഴിക്കാൻ പറ്റും അത്രയും കഴിക്കേണ്ട നാളുകളാണ് ബുദ്ധചൈതന്യ നാളുകൾ. 3, 4, 5 എന്നൊന്നുമില്ല. പൈസ നോക്കല്ലേ സുഹൃത്തെ. എന്നെങ്കിലും ഒരു കാലത്ത് വാപ്പിളർന്നു നിൽക്കുന്ന വലിയ വലിയ കാഷ്വാലിറ്റി ഹോസ്പിറ്റലുകൾ, വലിയ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ നമ്മെ വാപ്പിളർന്ന് കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെയും നമ്മോട് വിട പറയാനുള്ള സമയമാണ് ബുദ്ധചൈതന്യ നാളുകൾ. സ്പൈറുലിന ലോകത്തെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. ക്രിയേറ്റിംഗ് ഡിസീസസ് ഫ്രീ വേൾഡ് ബിഫോർ 2030. 2030 മുമ്പായിട്ട് ആരോഗ്യപൂർണരായ രോഗമില്ലാത്തൊരു ലോകത്തെ സൃഷ്ടിച്ചെടുക്കാൻ സ്പേസ് ഫുഡ് എന്ന സൂപ്പർ ഫുഡ് എന്ന സ്പൈറുലിന കൊണ്ട് സാധിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. ഞാൻ അവസാനിക്കാം. നോമ്പിന്റെ ഈ ഒരു ചൈതന്യം ചിരിച്ചും പുഞ്ചിരിച്ചും ആളുകളിലേക്ക് ഈ ആശയം എത്തിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ച് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഉമർ ഉസ്താദിനും പ്രിയപ്പെട്ട എന്റെ ലീഡേഴ്സിനും ഒന്നടങ്കം ഇന്നത് കേട്ട് സഹായിച്ചിരുന്ന എല്ലാവർക്കും നല്ലൊരു നാളുകളായിരിക്കട്ടെ എന്ന് ആശംസിച്ച് ആയുരാരോഗ്യവും ദൈർഘ്യവും നൽകി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. ജയ് ഹിന്ദ്, ജയ് മഹാരാഷ്ട്ര.